ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇപ്പൊ ഇന്നലെ നമ്മൾ റോബർട്ട് ഓവനെ പറ്റി പഠിച്ചു, ഇംഗ്ലണ്ടിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. നമുക്ക് ഡോക്ടർ വില്യം കിങ് ആൻഡ് ദ കോർപ്പറേറ്റർ. റോബർട്ട് ഓവന്റെ അർജന്റ് ഫോളോവർ ആയിരുന്നു ഡോക്ടർ വില്യം കിങ്. ഓവന്റെ പോലെ തന്നെ പോവർട്ടി ഇല്ലാതാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഹി ബിലീവ്ഡ് ദാറ്റ് ദ റെമഡി ഫോർ വർക്കേഴ്സ് പ്ലൈറ്റ് വാസ് ഇൻ ദെയർ ഓൺ ഹെൽത്ത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് നമ്മളുടെ പ്രോബ്ലംസ് നമ്മൾ തന്നെ സോൾവ് ചെയ്യണം. ഇറ്റ് വാസ് കോപ്പറേഷൻ. ദ വർക്കേഴ്സ് സഫേർഡ് ബിക്കോസ് ദേ വർക്ക്ഡ് ഫോർ അതേഴ്സ്. എന്തുകൊണ്ടാണ് വർക്കേഴ്സിന് ഇത്ര കഷ്ടപ്പാട്? ദേ വർക്ക്ഡ് ഫോർ അതേഴ്സ്. അൺലെസ് ദേ വർക്ക്ഡ് ഫോർ ദംസെൽസ് ദേ വുഡ് നോട്ട് എൻജോയ് ദ ഹോൾ പ്രോഡക്റ്റ് ഓഫ് ദെയർ ലേബർ. നമ്മൾ നമ്മൾക്ക് വേണ്ടി തന്നെ വർക്ക് ചെയ്യണമെന്നായിരുന്നു ഡോക്ടർ വില്യം കിങ്ങിന്റെ പോളിസി. But this could be possible only if they had a capital. നമുക്ക് തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്കധികം പൈസ വേണം. അതുകൊണ്ട് അദ്ദേഹം എന്തിന് അഡ്വക്കേറ്റ് ചെയ്തു? കോർപ്പറേഷൻ ടു റൈസ് ഇനഫ് ക്യാപിറ്റൽ ബൈ അക്യുമുലേറ്റിംഗ് സ്മോൾ സേവിങ്സ്. അങ്ങനെ ഒരു കോർപ്പറേഷൻ ഫോം ചെയ്ത എല്ലാ മെമ്പേഴ്സും അതിലേക്ക് വരുന്നു. അവരുടെ സബ്സ്ക്രിപ്ഷൻ, അവരുടെ സേവിങ്സ് ഒക്കെ അതിലേക്ക് പൂൾ ചെയ്യുമ്പോൾ അതിനുള്ള പൈസയാകും എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ദ സർപ്ലസ് ക്യാപിറ്റൽ കുഡ് ബി യൂസ് ടു എംപ്ലോയ് മോർ ആൻഡ് മോർ മെമ്പേഴ്സ് ടു മേക്ക് ഷൂസ്. അങ്ങനെ ക്യാപിറ്റൽ കൂടി വരുന്നു, അവർ ഷൂസ് ഉണ്ടാക്കുന്നു, ക്ലോത്ത്സ് ഉണ്ടാക്കുന്നു, മെമ്പേഴ്സ് സെൽഫ് എംപ്ലോയിഡ് ആകുന്നു, അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഡെവലപ്മെന്റ് വരുന്നു. അങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇതിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ദി കോർപ്പറേറ്റർ. അദ്ദേഹത്തിന്റെ ഐഡിയാസ് ഒക്കെ സർക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ കിങ്സ് ആർട്ടിക്കിൾസ് ഇൻ ന്യൂസ് പേപ്പർ ഗേവ് ദ മൂവ്മെന്റ് ഫിലോസഫിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ബേസിസ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾസ് ഒക്കെ ഈ പേപ്പറിൽ ഇങ്ങനെ വന്ന് എല്ലാവരും അത് വായിച്ച് അങ്ങനെ ഓരോരുത്തരൊക്കെ ഓരോ ഇതിനോടൊക്കെ ഒരു ഇതൊക്കെ ഇങ്ങനെ തോന്നി. കോർപ്പറേറ്റർ, നോളജ് ആൻഡ് യൂണിയൻ ആർ പവർ. കോർപ്പറേറ്ററിൽ എന്താ പറയുന്നത്? നോളജ് ആൻഡ് യൂണിയൻ ആർ പവർ. പവർ ഡയറക്റ്റഡ് ബൈ നോളജ് ഈസ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് ഈസ് ദി എൻഡ് ഓഫ് ക്രിയേഷൻ. അതാണ് അദ്ദേഹത്തിന്റെ പോളിസി. ഇനി അടുത്തത് റോക്ക്ഡെയിൽ പയനിയേഴ്സ്. ദോ ദർ വർ മെനി കോപ്പറേറ്റീവ് എഫേർട്സ്. കുറേ അങ്ങനെ ഓരോ രാജ്യത്തും ഓരോ തരത്തിലുള്ള കോപ്പറേറ്റീവ് എഫേർട്സ് ഉണ്ട്. അതുപോലെ തന്നെ കുറേ എക്സ്പെരിമെന്റ്സ് ഉണ്ട്, കുറേ ഫെയിലിയർ ആയി. എന്നിരുന്നാലും റോക്ക്ഡെയിൽ പയനിയേഴ്സ് ആർ ജനറലി റിഗാർഡ് ആസ് ദ പ്രോട്ടോടൈപ്പ് ഓഫ് ദി മോഡേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി. റോക്ക്ഡെയിൽ പയനിയേഴ്സിനെയാണ് മോഡേൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രോട്ടോടൈപ്പ് ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. അന്ന് റോക്ക്ഡെയിൽ പയനിയർ സൊസൈറ്റി കണ്ടുപിടിച്ചവർ തന്നെയാണ് പയനിയേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആയിട്ടും കാണുന്നത്. On 21/12/1844, Rockdale Pioneers established a society with a working capital of £28. As the mechanization of ഇന്നലെ പറഞ്ഞില്ലേ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ വന്നതിന്റെ ഫലമായിട്ട് കുറെ പേർക്ക് പോവർട്ടി, അങ്ങനെ കുറെ പേർക്ക് ജോലി ഇല്ലാതൊക്കെ ആയി. അതിൽ നിന്നൊക്കെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ സ്വന്തമായിട്ട് കുറെ പേര് കൂടിയിട്ട് ഒരു സൊസൈറ്റി ഫോം ചെയ്തു, റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി. അതിൽ റോക്ക്ഡെയിലിന്റെ പ്രിൻസിപ്പിൾസ് അതിൽ ഫോളോ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അതിൽ എസെൻഷ്യൽ ആയിട്ടുള്ള കൺസ്യൂമർ ആർട്ടിക്കിൾസ് ആണ് മെമ്പേഴ്സിന് വിറ്റത്. പയനീഴ്സ് ഡിസൈഡ് ഇറ്റ് വാസ് എ ടൈം ഷോപ്പേഴ്സ് വർ ട്രീറ്റഡ് വിത്ത് ഹോണസ്റ്റി. അതിൽ ഹോണസ്റ്റി ഉണ്ടായിരിക്കണം, ഓപ്പൺനെസ് ആയിരിക്കണം, റെസ്പെക്ട് ഉണ്ടായിരിക്കണം. അതൊക്കെയാണ് എല്ലാ മെമ്പേഴ്സിനും ഉണ്ടായിരിക്കേണ്ടത്. എവരി കസ്റ്റമർ ഓഫ് ദ ഷോപ്പ് ബിക്കെയിം മെമ്പർ. അങ്ങനെ ആരൊക്കെയാണോ അതിന്റെ കസ്റ്റമർ ആകുന്നത് അവരൊക്കെ അതിന്റെ മെമ്പേഴ്സ് ആയിട്ട് മാറുന്നു. എല്ലാവരും വളരെ ഓപ്പൺ ആയിട്ട് നിന്നു. അവര് ആഴ്ചയിൽ 2 ദിവസം അവർ കൂടുന്നു. ബട്ട് വിത്തിൻ 3 months ബിസിനസ് ഹാസ് ഗ്രോൺ സോ മച്ച് ദാറ്റ് ഇറ്റ് വാസ് ഓപ്പൺ 5 days. അങ്ങനെ ബിസിനസ് ഇങ്ങനെ കൂടി വന്നു. പകലവർ പണിയെടുക്കും, രാത്രിയാണ് ബിസിനസ് ചെയ്യുന്നത്. അങ്ങനെ ആർട്ടിക്കിൾസിന്റെ നമ്പറൊക്കെ ഇങ്ങനെ കൂടി വന്നു. റോക്ക്ഡെയിൽ സൊസൈറ്റി ഓഫ് ഇക്വിറ്റബിൾ പയനിയേഴ്സ് ആസ് ആൻ ഏർലി കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിലെ ഏർലി ഡേയ്സിലുള്ളതാണ് അത് വരുന്നത്. പാട്രോണേജ് ഡിവിഡൻഡ് ഉണ്ടായിരുന്നു. മോഡേൺ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ എല്ലാതും അത് ബേസ് ചെയ്തിരുന്നു. മറ്റുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇതിനെ ഫോളോ ചെയ്തിരുന്നു. എന്നിരുന്നാലും റോക്ക്ഡെയിൽ പയനിയേഴ്സ് കോപ്പറേറ്റീവ്സ് ബിക്കംസ് ആയിട്ട് വരുന്നത്. ബ്രിട്ടീഷ് കോപ്പറേറ്റീവ്സ് ടുഡേ. നാളെ എടുക്കാം കേട്ടോ, ഓരോ ദിവസം ഓരോന്നായിട്ട് പോകാം. Okay, thank you.